ആളുകൾക്കും ഒരുപാട് ഇൻപുട്ട് ടാക്സ് കയ്യിലുള്ള ആളുകൾക്കും റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ഈ ഒരു ടാക്സ് അടക്കുന്നത് കൊണ്ട് തന്നെ അതും ഒരു ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ, റെഗുലർ ജി എസ് ടിയിൽ എങ്ങനെയാണ് നടക്കുന്നത്, കമ്പോസിഷൻ ജി എസ് ടിയിൽ എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മളെ പ്രിയപ്പെട്ട സിൻഡോ ടാക്സ് കൺസൾട്ടന്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് സെഷൻ എടുക്കുന്നത്. സിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അക്കൗണ്ടിങ് മേഖലയിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ എടുക്കുന്നുണ്ട്. അതേപോലെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല ബിസിനസ്സുകളുടെയും കോളായി കിടക്കുന്ന അക്കൗണ്ട്സുകൾ റെഡിയാക്കി എടുത്ത് അവർക്ക് നല്ല രീതിയിൽ നല്ല അക്കൗണ്ട്സ് ആക്കി മാറ്റി കൊടുക്കുന്നതിൽ എക്സ്പേർട്ടാണ് സിൻഡോ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ സിൻഡോനെ തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ് GSTR 1 നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അമെൻഡ് ചെയ്യുക എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അടുത്ത മാസത്തിൽ അമെൻമെന്റ് വരുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ GST പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 1A എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫീച്ചേഴ്സ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം GST എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ GSTR 1 നമ്മൾ, അതായത് സെയിൽസിന്റെ ഡാറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കുകയാണെങ്കിൽ അതാത് മാസം തന്നെ നമുക്ക് തെറ്റുകൾ തിരുത്താൻ 3B ഒക്കെ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തെറ്റ് തിരുത്താനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ചിട്ടും വിശദമായിട്ട് സംസാരിക്കും. പിന്നെയുള്ള GSTയിൽ പ്രധാനപ്പെട്ട മറ്റൊരു സെഗ്മെന്റ് ആണ് B2C ലാർജുമായി ബന്ധപ്പെട്ടത്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് 2.5 ലക്ഷത്തിന് മുകളിൽ സിംഗിൾ ബില്ലിൽ സെയിൽ നടക്കുന്ന കേസുകൾ ഉണ്ടായിരുന്നു. അതിനായിരുന്നു B2C ലാർജ് എന്ന് പറഞ്ഞത്. അതിനകത്ത് ചെറിയൊരു അമെൻമെന്റ് വരുത്തിയിട്ടുണ്ട്. 1 ലക്ഷം എന്നുള്ള രീതിയിലേക്ക് അത് താഴ്ത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ ഇൻവോയ്സിംഗ് ഒക്കെ ആദ്യം 500 കോടിയായിരുന്നു. പിന്നെ പതുക്കെ 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 താഴേക്ക് കുറച്ച് കൊണ്ടുവന്നു. 50 കോടി, പിന്നെ 20 കോടി, ഇപ്പൊ 5 കോടിക്ക് മുകളിൽ എല്ലാവരും ഈ ഇൻവോയ്സ് എടുക്കണം എന്ന് പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ എല്ലാത്തിലും അതിന്റെ പഴയ സ്വഭാവം GST അത് ഫുൾ ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നടക്കുന്നത് അതിലേക്ക് പതുക്കെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെഷൻ കഴിയുന്നത് വരെ പൂർണ്ണമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. പരമാവധി നോളജ് നിങ്ങൾ അക്യൂർ ചെയ്യാം. നോട്ട്സുകളൊക്കെ എഴുതി വെക്കാം. നിങ്ങളിപ്പോൾ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ പരമാവധി എത്തിച്ചു കൊടുക്കാം. ഈ ഒരു നോളജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം സിൻഡോയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സിൻഡോ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വേണ്ടി സിൻഡോയെ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്ന സൗകര്യമായിരുന്നു കേട്ടോ. കാണാനും ക്ലാസ് എടുക്കുന്ന ആളുകൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. എല്ലാവരും വീഡിയോയിൽ, പരമാവധി ആളുകൾ വീഡിയോയിൽ, 50 ആളുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളും വീഡിയോയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ഒരു സൗകര്യമായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഏറെക്കുറെ 30 ആളുകൾ, ഇനി ഒരു 10-20 ആളുകളേ ഉള്ളൂ. ആ 20 ആളുകൾ നിങ്ങൾ ആവാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ സിൻഡോ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് നേരുന്നു. എൻ്റെ പേര് സിൻഡോ പൂനെ, അക്കൗണ്ടന്റ് ആണ്, GST പ്രാക്ടീഷണറും കൂടിയാണ്. ഇന്നത്തെ ക്ലാസ് റെന്റിന്മേലുള്ള GSTയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. RCM ഇതിലെങ്ങനെ അപ്ലിക്കബിൾ ആകുന്നു എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ GSTR 1A ആ ഓപ്ഷനെ കുറിച്ചും ഈ ക്ലാസ്സിൽ മനസ്സിലാക്കി തരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. GST ഓൺ റെന്റ്, റെന്റിന്മേലുള്ള GST, RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം. നമ്മൾ റെന്റിന്മേലുള്ള GST ചാർജ് ചെയ്യുന്നത് 18% റേറ്റ് ആണ്. റെന്റിന്മേലുള്ള GST RCM ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 9/2024 സെൻട്രൽ ടാക്സ് ഡയറക്ടർ October 8, 2024 ആണ്. ഇത് അപ്ലിക്കബിൾ ആയിരിക്കുന്ന ഡേറ്റ് 10/10/2024 മുതലാണ്. പ്രധാനമായും ഇന്നത്തെ ക്ലാസ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലെ റെന്റിനെ കുറിച്ചാണ്. റെസിഡൻഷ്യൽ അല്ല, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലുള്ള റെന്റിലുള്ള GSTയെ കുറിച്ചും RCMത്തെ കുറിച്ചുമാണ്. പ്രധാനമായി
ഇതിന്റെ ഒരു രണ്ട് പാർട്ടീസും തമ്മിൽ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓണറും വാടകക്കാരനും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് റെന്റ്. ബിൽഡിംഗ് ഓണർ അതുപോലെ തന്നെ വാടകക്കാരനും ഈ രണ്ട് പാർട്ടീസും GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തികളായിരിക്കാം, അതല്ല GST രജിസ്ട്രേഷൻ എടുക്കാത്തവരായിരിക്കാം. എടുത്ത വ്യക്തി പാർട്ടീസും എടുക്കാത്ത GST എടുക്കാത്ത പാർട്ടീസും തമ്മിലുള്ള റെന്റ് എങ്ങനെയാണ് GSTയിൽ നമ്മൾ അപ്ലിക്കബിൾ ആയിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ക്ലാസ് ഈ ഒരു ടോപ്പിക് നമുക്ക് 4 സിറ്റുവേഷനിൽ കൂടെ നമുക്ക് പോകാം. അതൊന്ന് നമുക്കൊന്ന് വിശദമാക്കാം. ഓണറും വാടകക്കാരനും, ഈ ബിൽഡിംഗ് ഓണറും വാടകക്കാരനും ഒന്ന് രണ്ട് പാർട്ടിയും GST എടുക്കാത്ത വ്യക്തികളാണെങ്കിൽ, പാർട്ടിയാണെങ്കിൽ എങ്ങനെയാണ് GST അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടിയും രണ്ട് വ്യക്തികളും, ബിൽഡിംഗ് ഓണറും വാടകക്കാരനും GST എടുത്തവരായിരിക്കും. GST എടുത്തിട്ടുള്ള ബിൽഡിംഗ് ഓണറും GST രജിസ്ട്രേഷൻ എടുത്ത വാടകക്കാരനും എങ്ങനെയാണ് GST അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഓണർ GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണ്, പക്ഷേ വാടകക്കാരൻ ഇവിടെ GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ഓണർ GST രജിസ്റ്റേർഡ് ആയിരിക്കും, പക്ഷെ വാടകക്കാരൻ GST രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിയാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് GST അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഓണർ GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, വാടകക്കാരൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 പോയിന്റ് ഒന്ന് നമുക്ക് വിശദമാക്കിയാൽ ഇവിടെ എവിടെയാണ് RCM അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 പോയിന്റും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും RCM എന്താണ്, എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് RCM അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ 4 പോയിന്റും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ബിൽഡിംഗ് ഓണർ അതേപോലെ തന്നെ വാടകക്കാരനും GST എടുക്കാത്ത പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ GST ഈസ് നോട്ട് അപ്ലിക്കബിൾ ആണ്. കാരണം രണ്ട് പാർട്ടിയും GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് GST ഇവിടെ അവർ രണ്ട് വ്യക്തികൾക്കും GST അപ്ലിക്കബിൾ ആയിരിക്കുകയില്ല, ബാധകമല്ല. രണ്ടാമത്തെ പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് ഓണർ GST എടുത്തിട്ടുണ്ട്, അതേസമയം വാടകക്കാരനും GST എടുത്തിട്ടുണ്ട്. രണ്ട് വ്യക്തികളും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് റെന്റിന്മേലുള്ള GST പ്രോസസ്സിംഗ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ബിൽഡിംഗ് ഓണർ GST ചാർജ് ചെയ്യേണ്ടതാണ്. ഫോർവേഡ് ചാർജ് മെക്കാനിസം മുഖേന GST ചാർജ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ് ബിൽഡിംഗ് ഓണർ. ബിൽഡിംഗ് ഓണർ അവന്റെ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ റൂം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടകക്കാരനിൽ നിന്ന് GST കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ബിൽഡിംഗ് ഓണർക്ക് ആണ്. ബിൽഡിംഗ് ഓണർ അവിടെ ഇൻവോയ്സ് വാടകക്കാരന് കൊടുക്കേണ്ടതാണ്. അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് 18% ടാക്സ്, റെന്റിന് മേലെ 18% ടാക്സ്. അങ്ങനെയുള്ള ഇൻവോയ്സ് വാടകക്കാരന് നൽകേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ 2000 രൂപയാണ് വാടക എന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ 18%
360, ടോട്ടൽ 2360. CGST 9%, SGST 9%, CGST 180, SGST 180. അങ്ങനെ ടോട്ടൽ ടാക്സ് 360 രൂപ. പ്രത്യേകം മെൻഷൻ ചെയ്ത് ഇൻവോയ്സ് വാടകക്കാരന് നൽകേണ്ടതാണ്. ഇവിടെ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് GSTR 1 അവൻ ഫയൽ ചെയ്യേണ്ടതാണ്. അവൻ ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ഓണറാണ്. ബിൽഡിംഗ് ഓണർ ഇവിടെ GSTR 1 ഫയലിംഗ് ചെയ്യേണ്ടതാണ്. നമുക്ക് വാടകക്കാരന്റെ കേസിൽ നമുക്ക് നോക്കാം. വാടകക്കാരൻ ഇവിടെ GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണ്. വാടകക്കാരൻ ഇവിടെ 18% GST ആർക്ക് കൊടുക്കേണ്ടതാണ്? ബിൽഡിംഗ് ഓണർക്ക് നൽകേണ്ടതാണ്. ഇവിടെ ബിൽഡിംഗ് ഓണർ GSTR 1 ഫയൽ ചെയ്യുന്നത് കൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആർക്ക്? വാടകക്കാരന്. വാടകക്കാരന് ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. GST ഓൺ റെന്റ്, റെന്റിൽ മേലെ GST 18%, ഒരു എക്സാമ്പിൾ പറഞ്ഞു, 360 രൂപ ടാക്സ് ബിൽഡിംഗ് ഓണർക്ക് നൽകുന്നുണ്ടെങ്കിലും ബിൽഡിംഗ് ഓണർ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ആ എമൗണ്ട് വാടകക്കാരൻ GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയാണ്. വാടകക്കാരൻ ആ എമൗണ്ട്, ടാക്സ് എമൗണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് നഷ്ടപ്പെടാനായിട്ട് ആ ടാക്സ് എമൗണ്ട് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു. സെക്കൻഡ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കി. ഫസ്റ്റ് പോയിന്റ്, രണ്ട് കൂട്ടരും GST എടുക്കാത്ത കൂട്ടരാണ്. GST എടുക്കാത്ത കൂട്ടരായതുകൊണ്ട് GST അവിടെ അപ്ലിക്കബിൾ ആവുന്നില്ല. സെക്കൻഡ് പോയിന്റ്, രണ്ട് പാർട്ടിയും GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തികളാണ്. എടുത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ GSTR 1 ഫയലിംഗ് ചെയ്യേണ്ടത് ബിൽഡിംഗ് ഓണറാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതേസമയം തന്നെ വാടകക്കാരൻ അവൻ അടച്ച വാടകയുടെ മേലെയുള്ള GST എമൗണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ബിൽഡിംഗ് ഓണർ GST രജിസ്ട്രേഷൻ എടുത്ത പാർട്ടിയാണ്. അതേ സമയം ഇവിടെ വാടകക്കാരൻ GST എടുക്കാത്ത വ്യക്തിയാണ്. ബിൽഡിംഗ് ഓണർ GST എടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് ഓണർ GST എടുത്തിട്ടുണ്ട്, വാടകക്കാരൻ GST എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു കേസിൽ എങ്ങനെയാണ് GST അപ്ലിക്കബിൾ ആവുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോർമലി GST എടുത്ത ബിൽഡിംഗ് ഓണർ, അദ്ദേഹം ബിൽഡിംഗ് ഓണർ GST ബിൽഡിംഗ് റെന്റിന്മേലെ GST വാങ്ങിക്കേണ്ടതാണ്. ആരിൽ നിന്ന്? വാടകക്കാരനിൽ നിന്ന്. വാടകക്കാരൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ, GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടതില്ല, ബിൽഡിംഗ് ഓണർക്ക് നോക്കേണ്ടതില്ല. ബിൽഡിംഗ് ഓണർ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ GST അവന്റെ ബിൽഡിങ്ങില് ഓരോ റൂമിന്റെയും വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാടകയുടെ മേൽ GST കളക്ട് ചെയ്യേണ്ട ബാധ്യത ബിൽഡിംഗ് ഓണർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്ത് ആ ഇൻവോയ്സിൽ 18% ടാക്സ് കാണിച്ച് ആ എമൗണ്ട് കളക്ട് ചെയ്ത് ആ ഇൻവോയ്സ് ആ വാടകക്കാരന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ GSTR 1 ബിൽഡിംഗ് ഓണർ ഫയലിംഗ് ചെയ്യണം. ഇവിടെ പോയിന്റ് 2 പറഞ്ഞിരിക്കുന്നതും പോയിന്റ് 3 പറഞ്ഞിരിക്കുന്നതും സെയിം തന്നെയാണ്. കാരണം എന്താ? ബിൽഡിംഗ് ഓണർ സെക്കൻഡ് പോയിന്റിലും തേർഡ് പോയിന്റിലും GST എടുത്ത പാർട്ടി ആയതുകൊണ്ട് സെയിം പ്രൊസീജിയർ ആണ്
ചെയ്യേണ്ടത്. അതേസമയം വാടകക്കാരൻ, തേർഡ് പോയിന്റിൽ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാടകക്കാരൻ GST രജിസ്ട്രേഷൻ എടുക്കാത്ത വാടകക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 18% ടാക്സ് കൊടുക്കണം. നമ്മൾ ബിൽഡിംഗ് ഓണർ GST കളക്ട് ചെയ്യേണ്ടത് വാടകക്കാരനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വാടകക്കാരൻ 18% GST ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2000 രൂപ, 18% എന്ന് പറയുന്നത് 2360 രൂപ. ഫുൾ എമൗണ്ട് നമ്മൾ വാടകയായി ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ GST രജിസ്ട്രേഷൻ എടുക്കാത്തതിനാൽ വാടകക്കാരന് ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റെന്റിൽ മേലുള്ള ടാക്സ് അവനൊരു നഷ്ടം തന്നെയാണ്. റെന്റിൽ മേലെ ടാക്സ് കൊടുക്കുമ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കാത്ത വാടകക്കാരന് ആ ടാക്സ് അവനൊരു എക്സ്പെൻസ് ആണ്, നഷ്ടമാണ്. നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും സിറ്റുവേഷൻസ് മനസ്സിലാക്കി. തേർഡ് പോയിന്റ് ആണ്, ബിൽഡിംഗ് ഓണർ GST എടുക്കാത്ത പാർട്ടിയാണ്, അതേസമയം വാടകക്കാരൻ GST എടുത്ത വ്യക്തിയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വാടകയ്ക്ക് എടുത്ത ബിൽഡിങ്ങിൽ ബിസിനസ് ചെയ്യുന്ന വാടകക്കാരന് അവന്റെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി അവൻ GST രജിസ്ട്രേഷൻ എടുത്തു. പക്ഷെ അവൻ വാടകയ്ക്ക് എടുത്ത റൂമിന്റെ ഓണർ, ബിൽഡിങ്ങിന്റെ ഓണർ GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് GST അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാം, GST രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിയാണ് ബിൽഡിംഗ് ഓണർ. ആ വ്യക്തി GSTR ഫയൽ ചെയ്യേണ്ടതില്ല, കാരണം GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ GSTR ഫയൽ ചെയ്യേണ്ട ആവശ്യകത ഇവിടെ ഇല്ല. ഇവിടെയാണ്, ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ RCM, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ RCM ഇവിടെ അപ്ലിക്കബിൾ ആവുന്നത്. വാടകക്കാരന്റെ കേസിലാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുക. വാടകക്കാരൻ ഇവിടെ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ബിൽഡിംഗ് ഓണർ ഇവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള കേസിലാണ് നമ്മളിവിടെ RCM അപ്ലിക്കബിൾ ആവുക. ശ്രദ്ധിക്കുക, ഇവിടെ GSTR 3Bയിലാണ് ഇവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കേസ് RCM നമ്മൾ ഫയൽ ചെയ്യേണ്ടത് GSTR 3Bയിലാണ്. അതിൽ ജസ്റ്റ് ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നത് അത് ഏത് പോയിന്റിലാണ്, ഏത് ബോക്സിലാണ് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. 3.1D ആൻഡ് 4A 3യിലുമാണ്. 3Bയിലുള്ള ബോക്സിന്റെ നമ്പറാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാടകക്കാരൻ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സെൽഫായി ഇൻവോയ്സ് മേക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ RCM സെപ്പറേറ്റ് ആയിട്ട് ഇൻവോയ്സ് ഫോളോ ചെയ്യുക. എല്ലാ മാസവും ആ റെന്റിന്റെ ഇൻവോയ്സ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി അത് പ്രത്യേകമായി ഫയൽ ചെയ്ത് പോകേണ്ടതാണ്. ഇതിന്റെ ഫോർമാറ്റ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും. അതിൽ ആ ഫോർമാറ്റിൽ RCMന്റെ ഫോർമാറ്റ് ഡീറ്റെയിൽസിന്റെ പാർട്ടിയുടെ പേര്, ബിൽഡിംഗ് ഓണറിന്റെ ഡീറ്റെയിൽസും എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുക. ആ ഫോർമാറ്റിൽ ബിൽ ഇൻവോയ്സ് ഉണ്ടാക്കി ആ ഇൻവോയ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്ത് പോകേണ്ടതാണ്. ഇതിൽ 18% നമ്മുടെ റെന്റ് മേലുള്ള ടാക്സ് കുറയ്ക്കേണ്ടത്. ഇത് RCMത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പേയ്മെന്റ് നമ്മൾ പ്രത്യേകമായി അടയ്ക്കേണ്ടതാണ്. അത് നമ്മൾ പൈസ ഒക്കെ നമ്മളിപ്പോ ടാക്സ് നിൽ സെയിൽസ് ടാക്സ് ആണെങ്കിൽ നമ്മൾ നിൽ റേറ്റ് നമ്മൾ വേറെ ഒന്നും GSTR 1 ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് വേറെ സെയിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട മറ്റ് സെയിലുകൾക്കൊന്നും നമുക്ക് ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ RCMയിൽ നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ RCMയിലുള്ള ടാക്സ് എമൗണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. 2000 രൂപയാണ് റെന്റ് എന്നുണ്ടെങ്കിൽ 2000ന്റെ 18% ടാക്സ് 360 രൂപ ഇവിടെ നമ്മൾ പേയ്മെന്റ് ചെയ്തേ പറ്റൂ. ഈ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ എമൗണ്ട് നമ്മൾ ഫ്യൂച്ചറിലുള്ള GST ലൈബിലിറ്റീസിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ മാസം നമ്മൾ GST റെന്റിന്മേലുള്ള GST നമ്മൾ ബൈ പേയ്മെന്റ് നമ്മൾ ചെയ്തു, അതിന്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് സാധിക്കുകയില്ല. നമ്മൾ നെക്സ്റ്റ് ടാക്സ് എമൗണ്ട് അടുത്ത മാസങ്ങളിൽ നമ്മൾ റിഫണ്ടിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടില്ല. നമുക്ക് നമ്മുടെ എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ GST റെന്റിന്മേലുള്ള RCMയിൽ കൂടെ റെന്റിൽ കാണിക്കുന്ന 18% എമൗണ്ട് അഡ്ജസ്റ്റബിൾ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എമൗണ്ട് നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ക്യാഷ് RCMയിൽ കൂടെ ടാക്സ് നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കുക ആണെങ്കിലും നമ്മളത് നഷ്ടപ്പെടുന്നില്ല. നമുക്കത് ആ പൈസ അടച്ചു എന്ന് വിചാരിച്ച് അത് ഒരിക്കലും കിട്ടുകയില്ല എന്നില്ല. നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയില്ല, നഷ്ടപ്പെടുകയില്ല. നമുക്കത് എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കൊന്ന് ഇതിന്റെ സൈറ്റിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുക എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ബോക്സുകളിൽ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ജസ്റ്റ് ഒരു നോട്ട് ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ കാണുമെന്ന് വിചാരിക്കുന്നു. GST സൈറ്റ് എടുത്തു ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. റിട്ടേൺ ഡാഷ്ബോർഡ് എടുക്കുന്നു. മന്ത് സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി ചെയ്ത ഫയലാണ്. ഇവിടെ നമ്മൾ GSTR 3B ബോക്സ് ഓപ്പൺ ചെയ്യുക. GSTR 3B ഫസ്റ്റ് ബോക്സ് 3.1 ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം RCM നമ്മൾ റെന്റിന്മേലുള്ള GST നമ്മൾ പേയ്മെന്റ് ചെയ്യുകയാണ് ഇതിലൂടെ. അതിൽ D നമ്മൾ 3.1 D എടുക്കുക. അതിൽ എമൗണ്ട് നമ്മൾ റെന്റ് എത്രയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് ഇടുക. ടോട്ടൽ ടാക്സിബിൾ വാല്യൂ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ 2000 എന്ന് ടൈപ്പ് ചെയ്യുക. 2000ന്റെ ടാക്സ് നമ്മൾ CGST ഇവിടെ 150 9%, സ്റ്റേറ്റ് SGST ഇവിടെ 180 150 രൂപ ടൈപ്പ് ചെയ്തിരുന്നു.
കൺഫേം ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. നമ്മൾ RCM നമ്മൾ അപ്ലൈ ചെയ്തു. വെരി സിമ്പിൾ ആണ്, ഒന്നും കൂടി പറഞ്ഞു തരാം. ഇവിടെ 3.1 GSTR 3B എടുക്കുന്നു. അതിൽ ഫസ്റ്റ് ബോക്സ് 3.1 ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഡി ഇൻവേർഡ് സപ്ലൈസ് ബ്രാക്കറ്റിൽ ലയബിൾ ടു റിവേഴ്സ് ചാർജ് ഇതെടുത്ത് ടോട്ടൽ ടാക്സിബിൾ വാല്യൂവിന്റെ അവിടെ നമ്മുടെ ഇവിടെ റെന്റ് 2000 രൂപയാണെങ്കിൽ 2000, അതിന്റെ ടാക്സ് CGST SGST CGST 180, SGST 180. 2000ന്റെ 9% 180 ആണ് CGSTയിലേക്ക് കൊടുത്തു. 2000ന്റെ SGST 9% 180 ആണ്, അതും സ്റ്റേറ്റിന് കൊടുത്തു. അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. നമ്മൾ RCM അപ്ലൈ ചെയ്തു. നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തതിന് വേണ്ടി വീണ്ടും പുറകോട്ട് പോയി GSTR 3B ക്ലിക്ക് ചെയ്ത് ഫോർത്ത് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഫോർത്ത് എലിജിബിൾ ITC ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ A 1, 2, 3 3യിൽ നമ്മൾ കാണിക്കുക ഇൻപുട്ട് ടാക്സ്. തേർഡ് പോയിന്റിൽ നമ്മൾ ഫോർത്ത് ബോക്സ് എലിജിബിൾ ITCയിൽ Aയിൽ മൂന്നാമത്തെ ലൈനിൽ 3യിൽ കാണിക്കുക ഇൻവേർഡ് സപ്ലൈസ് ലൈബിൾ ടു റിവേഴ്സ് ചാർജ് അതർ ദാൻ 192 above. അതിൽ നമ്മൾ ടാക്സ് എമൗണ്ട് മെൻഷൻ ചെയ്യാം. IGST ആണെങ്കിൽ IGSTയിൽ എമൗണ്ട് മെൻഷൻ ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 2000 രൂപയുടെ GST ആണ് നമ്മൾ പറഞ്ഞതെങ്കിൽ 180 നമ്മൾ CGSTയിലും SGSTയിൽ 180 9% 180 കാണിച്ച് നമുക്കിവിടെ കൺഫേം ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ RCM റെന്റിൽ മേലുള്ള RCM നമ്മുടെ അപ്ലൈ ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് RCMനെ കുറിച്ചാണ്. RCM പറയുന്നതിന് മുമ്പ് നമ്മൾ 4 സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ബിൽഡിംഗ് ഓണറും വാടകക്കാരനും തമ്മിലുള്ള റെന്റിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി. അതിൽ ഏത് കൂട്ടർക്കാണ് GST എടുത്ത, ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ എടുത്ത, എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് RCM അപ്ലിക്കബിൾ ആവുക എന്ന് മനസ്സിലാക്കി. പ്രത്യേകം പറഞ്ഞ പോലെ ബിൽഡിംഗ് ഓണർ ഇവിടെ GST രജിസ്ട്രേഷൻ എടുക്കാത്ത പാർട്ടിയാണ്, വാടകക്കാരൻ GST എടുത്ത പാർട്ടിയാണ്. ആ കേസിൽ മാത്രമാണ് RCM അപ്ലിക്കബിൾ ആവുക. ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും ബാക്കിയുള്ള മറ്റു സിറ്റുവേഷൻസിലും RCM അപ്ലിക്കബിൾ അല്ല. ഈ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ RCM അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. RCMന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിൽ മനസ്സിലാക്കിയത് എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. നെക്സ്റ്റ് ടോപ്പിക് GSTR 1A. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 12/2024, ഡേറ്റ് 10th July 2024. എന്താണ് ഫോം GSTR 1A? What is form GSTR 1A? Who is required to file form GSTR 1A? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം GSTR 1 എന്താണെന്ന്. GSTR 1ൽ നമ്മളെല്ലാം സെയിൽസ് റെക്കോർഡാണ് അപ്ലൈ ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. നമ്മൾ GSTR 1ൽ നമ്മൾ ചെയ്ത റെക്കോർഡ്സ് നമ്മൾ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക. ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ചെക്കിങ്ങിന് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, എന്തെങ്കിലും കറക്ഷൻ ഉണ്ട്
എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തിൽ അമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെയാണ് GSTR 1A എന്ന ഫോമിന്റെ യൂസേജ് വരുന്നത്. നമ്മൾ GSTR 1 ചെയ്തു, GSTR 1ൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ മാസം തന്നെ തിരുത്താനുള്ള അവസരമാണ് GSTR 1A പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, നമ്മൾ GSTR 1ൽ ഒരു ബില്ല് നമ്മൾ GSTR 1 നമ്മൾ ഓഗസ്റ്റ് മാസത്തെ എടുക്കാം. നമുക്ക് ഓഗസ്റ്റ് 2024ന്റെ 24 ഓഗസ്റ്റ് ആ മാസത്തെ ഫയൽ നമ്മൾ GSTR 1 ചെയ്തത് 10th സെപ്റ്റംബറിലാണ് നമ്മൾ ചെയ്തത്. അതിൽ 2 മിസ്റ്റേക്ക്, നമ്മൾ 2 റെക്കോർഡ്സ് മിസ്റ്റേക്ക് സംഭവിച്ചു. അതിൽ വിട്ടുപോയി, ആ റെക്കോർഡിൽ GSTRൽ വിട്ടുപോയി. ഇപ്പൊ നമ്മൾ നമുക്ക് ആ മാസം തന്നെ നമുക്ക് മനസ്സിലാക്കി അത് നമ്മൾ 2 മിസ്റ്റേക്കിൽ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെയുള്ള അവസരത്തിലാണ് GSTR 1A ഫോമിന്റെ യൂസേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ GSTR 1A ആ ഫോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ഏത് ബില്ലിലാണ് കറക്ഷൻ വന്നിരിക്കുന്നത് ആ ബില്ലിൽ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഇതെങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ GSTR 1 നമ്മൾ ഫയൽ ചെയ്ത ദിവസം മുതൽ GSTR 1 നമ്മൾ ഫയൽ ചെയ്ത ദിവസം മുതൽ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് വരെ, 3B ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് GSTR 1 നമുക്ക് ചെയ്യാൻ പറ്റില്ല. 3B ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്യാപ്പിലാണ് നമ്മൾ GSTR 1A എന്ന് പറയുന്ന ഫോം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒന്നും കൂടി പറഞ്ഞു തരാം. GSTR 1 നമ്മൾ ഫയൽ ചെയ്തു. ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത ഫയലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് GSTR 1A എന്ന് പറയുന്ന ഫോമിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ആ കറക്ഷൻ തിരുത്താം. വെരി ക്ലിയർ. നെക്സ്റ്റ്, when GSTR 1A will be available for filing. എപ്പോഴൊക്കെയാണ് GSTR 1A അവൈലബിൾ ആവുന്നത്? ഞാനിപ്പോൾ പറഞ്ഞു. GSTR 1 നമ്മൾ ഫയൽ ചെയ്യുന്നു, ചെയ്തതിന് ശേഷം ആണ് നമുക്കിത് അവൈലബിൾ ആകുന്നത്. അത് 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അത് ഓപ്പൺ ആയി കിടക്കും. 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് വരെയാണ് നമുക്ക് GSTR 1 ഓപ്പൺ ആവുക. GSTR 1 നമ്മൾ ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് GSTR 1 ഓപ്പൺ ആയി കിട്ടുന്നു. അതെവിടെ അവസാനിക്കുന്നു? 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. 3B ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ GSTR 1A നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ GSTR 1A, സെക്കൻഡ് പോയിന്റ്, GSTR 1A വിൽ ബി ഓപ്പൺ ഫോർ ക്വാർട്ടേർലി കേസിൽ, കോമ്പോസിഷൻ സ്കീമിൽ ചെയ്യുന്ന കേസിൽ നോക്കാം. ഫ്രം ദി ലേറ്റർ ഓഫ് ദി ഫോളോയിങ് 2 dates till the filing of GSTR 3B of the same tax period quarter. Due date of filing the GSTR 1, 30th of the month following the end of quarter. Date of actual filing of GSTR 1. പറയുന്നത് എന്നാണ് നിങ്ങൾ ആക്ച്വലായിട്ട് ഫയലിംഗ് ചെയ്യുന്നത്, GSTR 1 എന്നാണ് ഫയൽ ചെയ്യുന്നത് അന്ന് മുതൽ. അതല്ല, GSTR 1ന്റെ ഡ്യൂ ഡേറ്റ് എന്നാണോ 11th ആണ് നമ്മൾ നോർമൽ റെഗുലർ സ്കീമിലും, 13th ആണ് ആ ക്വാർട്ടേർലിയുള്ള ഫയലിംഗ് ചെയ്യുന്നവരുടെ, ക്വാർട്ടേർലി ഫയൽ ചെയ്യുന്നവരുടെ കേസിലാണെങ്കിൽ 13th ഓഫ് ദി മന്ത് ഇത് ഡ്യൂ ഡേറ്റ് ആണ്. ഒന്നുകിൽ ആ ഡ്യൂ ഡേറ്റ് മുതൽ 3B ചെയ്യുന്നത് വരെ, 3B ചെയ്യുന്നതിന് മുമ്പ് വരെ ഈ GSTR 1 ഓപ്പൺ ആയി അവൈലബിൾ ആയി ലഭിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ഫ്രം GSTR 1A?
ഡ്യൂ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. There is no due date for filing GSTR 1A. It can be filed till the filing of GSTR 3B of the same tax period. GSTR 3B ഫയൽ ചെയ്യുന്നത് ഇതുവരെ എന്ത് ഓപ്പൺ ആയി കിട്ടും? GSTR 1A ഓപ്പൺ ആയി കിട്ടും. Can I file from GSTR 1A after filing from GSTR 3B? GSTR 3B എന്ന് പറയുന്ന ഫോം ഫയലിംഗ് ചെയ്തതിന് ശേഷം, GSTR 3B ഫയലിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് GSTR 1A ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. സാധിക്കുകയില്ല. GSTR 3B നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് GSTR 1A നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നെക്സ്റ്റ്, ഈസ് ഇറ്റ് compulsory to file from GSTR 1A? GSTR 1A എന്ന് പറയുന്ന ഫോം ഫയൽ ചെയ്യാൻ കമ്പൾസറി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇല്ല. GSTR 1A ഒരു ഓപ്ഷണലാണ്. നമ്മൾ GSTR 1 വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ GSTR 1A ചെയ്യുന്നതിൽ പ്രസക്തിയില്ല. GSTR 1A നമുക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. GSTR 1 നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് GSTR 1A നമുക്ക് ചെയ്യേണ്ടതില്ല. ഇനി GSTR 1 ചെയ്തു, നമുക്ക് മനസ്സിലാക്കി, ആ ടാക്സ് പീരീഡിൽ തന്നെ ആ മന്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അടയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു അവസരം നമ്മൾ ആ സെയിം മന്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് 3B ചെയ്യുന്നതിന് മുമ്പ് ആവണം എന്ന് മാത്രം. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിത് വാട്ട് ആർ ദി അവൈലബിൾ മോഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫ്രം GSTR 1, നമ്മുടെ GST പോർട്ടലിൽ തന്നെയാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഓൺലൈൻ മോഡ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ക്യാൻ നിൽ ഫോം GSTR 1A ബി ഫൈൽഡ്? ഇല്ല, സാധിക്കില്ല. ഫയലിംഗ് ഓഫ് നിൽ GSTR 1A ഈസ് നോട്ട് അവൈലബിൾ, ലഭ്യമല്ല. നെക്സ്റ്റ്, ക്യാൻ ഐ ഫയൽ ഫ്രോം GSTR 3B? നമുക്ക് GSTR 3B ഫയല് സാധിക്കുമോ? എങ്ങനെ? ഇഫ് ഐ സേവ് സം റെക്കോർഡ്സ് ഇൻ ഫ്രോം GSTR 1A, കുറച്ച് നമ്മൾ 1ൽ നമ്മൾ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉള്ളത് നമ്മൾ സേവ് ചെയ്തു, ബട്ട് ഡിഡ് നോട്ട് ഫയൽ ഫ്രോം GSTR 1. പക്ഷെ പ്രൊസീഡ് ചെയ്തിട്ടില്ല, ഫയൽ ചെയ്തിട്ടില്ല. നമ്മൾ GSTR 1 ചെയ്തു കഴിഞ്ഞു, അതിൽ കറക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി, സെയിം മന്തിൽ തന്നെ നമ്മൾ തിരുത്തി, അത് ആ ഫോമാണ് GSTR 1 എന്ന് പറയുന്നത്. GSTR 1A എന്ന് പറയുന്ന ഫോമിൽ തിരുത്താനുള്ളത് തിരുത്തി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, പക്ഷേ ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ GSTR 3B നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. GSTR 3B ഫയൽ ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ്. അതായത് GSTR 1A നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രൊസീഡ് ചെയ്തിട്ടില്ല, ഫയൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് സേവ് ചെയ്തിട്ടുള്ളൂ. ഫയൽ ചെയ്യാതെ GSTR 1A ഫയൽ ചെയ്യാതെ നമുക്ക് GSTR 3B ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഇല്ല, നമുക്ക് GSTR 3B ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് ചെയ്യുമ്പോൾ GSTR നമ്മൾ ഇത് സേവ് ചെയ്തിട്ടുള്ളൂ, ഫയലും ചെയ്തിട്ടില്ല. GSTR 1A നമ്മൾ സേവ് ചെയ്തിട്ടുള്ളൂ, ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3B നമ്മൾ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക, പക്ഷെ അത് അവിടെ എറർ ആയിട്ട് ഒരു മെസ്സേജ് വരും. എങ്ങനെ? GSTR 1A ഫയൽ ചെയ്യാത്തതുകൊണ്ട് ഇത് എറർ ആയിട്ട് കാണിക്കും. എറർ മെസ്സേജ് വന്നു, എറർ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ GSTR 1A സേവ് ചെയ്തത് ഓക്കെ ആണെങ്കിൽ അത് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. സേവ് ചെയ്ത റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുക. 1Aയിൽ നമ്മൾ സേവ് ചെയ്ത റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യുക. അത് കൺഫേം ആക്കി അത് പ്രൊസീഡ് ചെയ്യുക. അത് പ്രൊസീഡ് ചെയ്ത് ഫയലിംഗ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് 3B
ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെരി ക്ലിയർ. നമുക്ക് ഇതിലെ ഡെബിറ്റ് നോട്ടും ക്യാൻ ഐ ആഡ് ദി ഡീറ്റെയിൽ ഫോർ ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് ഇൻ ഫോം GSTR 1. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ചോദ്യം. സാധിക്കുന്നു. ഇതില് ക്വസ്റ്റ്യൻസ് ക്യാൻ റെസിപ്പിയൻസ് GSTIN ബി അമെൻഡഡ് ഇൻ GSTR 1? നോ, ഒരിക്കലുമില്ല. റെസിപ്പിയന്റ് GSTIN ഒരിക്കലും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല GSTR 1 GSTR 1A നമുക്ക് റെസിപ്പിയന്റ് GSTIN ഒരിക്കലും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് അമെൻഡ് ചെയ്യാൻ പറ്റുന്നത് GSTR 1 മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് GSTR 1 ഉള്ളൂ. നേരെ മറിച്ച് GSTR 1A നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏത്? റെസിപ്പിയന്റ് GSTIN. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കുക. ക്യാൻ ദി ഫയൽ GSTR 1A അമെൻഡ് അഗെയിൻ ഇഫ് ദി GSTR 3B is not filed? നമ്മൾ GSTR 1 ചെയ്തു, 1 നമ്മൾ മിസ്റ്റേക്കുകൾ കണ്ടു, അത് നമ്മൾ തിരുത്താനായിട്ടുള്ള അവസരം നമ്മൾ യൂസ് ചെയ്തു. ആ സെയിം മന്തിൽ തന്നെ GSTR 1A എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ തിരുത്തി. അത് നമ്മൾ തിരുത്തിയതിന് ശേഷം സേവ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്ത് ഫയൽ ചെയ്തു. ആ ഫയല് GSTR അപ്പൊ നമ്മൾ ഇതുവരെ GSTR 1 നമ്മൾ ഫയൽ ചെയ്തു, GSTR 1A നമ്മൾ ഫയൽ ചെയ്തു. ഇത് രണ്ടും കഴിഞ്ഞു. GSTR 1 ചെയ്തു, GSTR 1A കഴിഞ്ഞു. നെക്സ്റ്റ് GSTR 3B ആണ് ഫയൽ ചെയ്യാനുള്ളത്. സെയിം മന്ത് തന്നെയാണെന്ന് കരുതുക. സെയിം മന്ത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 3B ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും മനസ്സിലാക്കി ഇത് വീണ്ടും ഒരു തിരുത്തുണ്ട് എന്നുള്ളത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. GSTR 1A നമ്മൾ ഫയൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച് നമ്മൾ തിരുത്താൻ, നമ്മൾ കറക്ഷൻ ചെയ്യാൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഏത്? GSTR 1A. ഒരു ഒറ്റ തവണ മാത്രമാണ് GSTR 1A ഫയൽ ചെയ്യാനായിട്ട് പറ്റുക. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, വെരി ക്ലിയർ. ഇത്രയും കാര്യങ്ങളാണ് GSTR 1A എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇത് വളരെ ഏറെ യൂസേജ് ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ മാസം നമ്മൾ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ആഡിങ്ങോ എന്തെങ്കിലും റെക്കോർഡ്സ് ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാത് മാസം തന്നെ അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണിത്. ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരും പരമാവധി കഴിവതും GSTR 1 വളരെ വ്യക്തമായും കൃത്യമായിട്ടും കറക്റ്റായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് മാസത്തിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് മാസം തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഫോമാണ് GSTR 1A. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഉപയോഗപ്രദമാണ്. ഓക്കെ, ഇത്ര നേരം ഈ രണ്ട് ടോപ്പിക്കുകളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ബേസ് ക്ലാസ് ആണ്. ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. മൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, മൈൻഡപ്പ് ചെയ്യാം. Okay, thank you. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you, sir. Thank you, sir. Thank you.